പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലായിട്ട് മുൻപ് അത് നേരിട്ടിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ കൂടുതലായിട്ടും ഈ തുല്യ വേതനത്തിന് വേണ്ടിയുള്ള ഈ ബഹളം വെക്കുന്നത് ഇപ്പൊ കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? അതായത് ആ ഒരു ചർച്ച ഇപ്പോഴാണ് കൂടുതൽ വരുന്നത്. ഹീറോസ് എങ്ങനെ എത്ര പ്രതിഫലമാണോ അത് തന്നെ ഹീറോയിന് കിട്ടണം എന്നുള്ളതും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഡിബേറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് പൃഥ്വിരാജ് രാജുവേട്ടനൊക്കെ അതിനെ കുറിച്ചിട്ട് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ തുല്യവേതനം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആകാൻ ചാൻസ് ഉണ്ടോ, അതെയോ അങ്ങനെ വേണം എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല, തുല്യവേതനം ഒരിക്കലും നടക്കില്ല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് മുൻപോട്ട് ഒരുപാട് ദൂരം നമ്മൾ മാത്രമല്ല, ആർട്ടിസ്റ്റ് മാത്രമല്ല, സിനിമ മാത്രമല്ല, സിനിമയുടെ വ്യവസായം സഞ്ചരിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇത് ഇപ്പം നമ്മൾക്ക് ഒരു സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്ന ചാനലുകൾ, അല്ലെങ്കിൽ OTT, തിയേറ്റർ, ഇതാണ്. ഈ മൂന്നെണ്ണത്തിൽ എല്ലാവർക്കും വേണ്ടത് എന്താണ്? മുൻനിര നടന്മാരെ, ഹീറോ. ആ ഹീറോ ആരാണെന്ന് നോക്കിയിട്ട് മാത്രമാണ് സിനിമകൾ വ്യവസായം നടക്കുന്നത്. അപ്പോൾ അതിൽ ഹീറോയിൻ ആരെ എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഓൺലി ഹീറോ ആരാണ്. പിന്നെ ഹീറോയിനെ നമ്മൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറച്ച് മുൻനിര ഹീറോയിൻസിനെ വെക്കുന്ന സിനിമയുടെ ഒരു വാല്യൂ, ഒരു റേറ്റിംഗ്, അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ ഈ ഇന്ന മുൻനിര നടിയുണ്ട് എന്ന് പറയുമ്പോൾ വരുന്ന ഒരു റേറ്റിംഗ്. പക്ഷെ അതിനകത്തുനിന്ന് നമ്മൾക്ക് വ്യവസായം ഇല്ല, അത് വെറുതെയാണ്. ആ ഒരു വ്യവസായം എന്ന് പറയുന്ന സ്ത്രീകളുടെ കേസിൽ ഭയങ്കര പൂറാണ്. അതുകൊണ്ടാണ് ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളൊന്നും നമ്മുടെ മലയാളത്തിൽ, ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ വന്നാലും ആളുകൾ അതിലേക്ക് ഒരുപാട് തിയേറ്റേഴ്സിലേക്ക് വരാത്തത്. അതെ, അതുകൊണ്ട് ചാനലുകാരും വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും അത് എടുക്കുള്ളൂ. അപ്പം ഇതേ വേതനം കൊടുത്ത് നമ്മളൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വെക്കുവാണെങ്കിൽ എങ്ങനെ ഇത് മുതലാവും? കാരണം അവർക്ക് വ്യവസായമില്ല. ആ വ്യവസായം എവിടെ വരുന്നു അവിടെയാണല്ലോ നമ്മൾ പേയ്മെന്റ്. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് അതിന് മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടണം. അപ്പോൾ അതിൽ ആ ഹീറോ അല്ലെങ്കിൽ ആ മുൻനിര നടനിലാണ് അതിന്റെ ബിസിനസ് ഇരിക്കുന്നത്. ഒരിക്കലും സ്ത്രീകൾക്ക് അവിടെ ഒരു പ്രാധാന്യവും ഒരിക്കലുമില്ല ഈ സിനിമ. ഓഡിയൻസും അതുപോലെ തന്നെ അവരുടെ ഇപ്പൊ ഒരു ഹീറോയിന്റെ മൂവി ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ക്രൗഡ് പുള്ളിങ് ആയിട്ട് തിയേറ്ററിലേക്ക് കയറാൻ പറ്റാത്ത തിരക്ക്, പാലഭിഷേകം, ഇതൊക്കെ ഹീറോയിൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു കാലം വന്നാൽ ചിലപ്പോൾ ഈ തുല്യവേതനം നടക്കും. അത് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് ചില ഹീറോയിൻസ് അല്ലെ ചില ആർട്ടിസ്റ്റുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അവർക്ക് അതിനെപ്പറ്റി അറിവില്ല. നമ്മളൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് അതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവുള്ളൂ. അത് അറിയാത്തതുകൊണ്ട് അവർ പറയുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ. നമ്മളുടെ മലയാളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. ഹീറോസിന്റെ പേരിലാണ് കൂടുതൽ സിനിമകൾ വിൽക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ബാക്കിയുള്ള നമ്മുടെ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മുടെ മോളിവുഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹീറോയിൻസും ഫ്ലവർ പോട്ട് റോൾ എന്ന് പറയാം നമുക്ക്. അധികമൊന്നും ചെയ്യാൻ കാണില്ല, മനസ്സിലായി. ഒരു ഹീറോ അവിടെ നിൽക്കുമ്പോൾ ഒരു ഫ്ലവർ പോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വേണം, ഒരു ബ്യൂട്ടി, ഒരു ഭംഗി. അതാണ് മെയിൻലി നമ്മൾക്ക് മലയാളത്തിൽ വലിയ സിനിമകളിലെല്ലാം അത്രേ ഉള്ളൂ റോള് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ ഫീമെയിൽസിന് ഇമ്പോർട്ടൻസ് ഉള്ള സ്ക്രിപ്റ്റ് വന്നിട്ട് അതിനുപോലും നമ്മൾക്ക് ആ ഒരു വേതനം കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് നടക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹീറോയിൻ ഓറിയന്റഡ് സ്ക്രിപ്റ്റുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ കഥ പറയാൻ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരുപാടൊന്നോ ഫീമെയിൽ സെൻട്രിക് കഥ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഫീമെയിൽ സെൻട്രിക്കാന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടാന്ന് പറയും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ അത്രയും പൈസ നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്. അതാരും എടുക്കാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ മേ ബി ഒരു 1-2 മുൻനിര നടിമാർ മാത്രം വെച്ചിട്ടുള്ളതാണെങ്കിൽ വളരെ റെയർലി അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ തുല്യവേതനം കൊടുക്കാൻ പറ്റുന്നത്?